ഇന്ന് കുറച്ച് തിരക്കിലാണ് കേട്ടോ. ഇന്നൊരു യാത്ര പോവാണ് കൊല്ലത്തേക്ക്. എൻ്റെ നാട് കൊല്ലത്താണ്, അച്ഛൻ്റെ അമ്മയുടെയും സ്ഥലം. പണ്ട് സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലോ കല്യാണം ഉണ്ടെങ്കിലോ ഒക്കെ ആയി പോക്ക്. പണ്ട് അപ്പൂപ്പനുള്ളപ്പോൾ എല്ലാ വെക്കേഷനും നേരത്തെ നാട്ടിൽ ചെല്ലും. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചും വരാറുള്ളൂ. അങ്ങനെയായിരുന്നു നാട്ടിലേക്കുള്ള യാത്ര. അതൊക്കെ ഒരു കാലം. ഇപ്പോൾ ഇപ്രാവശ്യത്തെ നാട്ടിലേക്കുള്ള പോക്കിന് ഒരാളും കൂടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ട്, മെഴുക്കുട്ടി. അവളുടെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ കൊല്ലത്തേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പണി നടക്കുകയാണല്ലോ. ഹൈവേയിലെ എപ്പോഴത്തെയും സ്ഥിതി പോലെ തന്നെ ഇന്നും നല്ല ബ്ലോക്ക്. അങ്ങനെ ഞങ്ങൾ ഹൈവേയിലെ ബ്ലോക്കും ഒക്കെ കടന്ന് ഓടി ഓടി ആലപ്പുഴ എത്തി. അപ്പോൾ ആലപ്പുഴയിൽ സ്ഥിരമായി ഞങ്ങൾ പോകുന്നൊരു സ്ഥലമുണ്ട്, ഹോട്ടൽ ബ്രദേഴ്സ്. അപ്പോൾ ബ്രദേഴ്സ് ഹോട്ടലിൻ്റെ ഓണർ ബാലൻ അങ്കിള് അച്ഛൻ്റെ നല്ലൊരു സുഹൃത്താണ്. സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ്. ഇപ്പോൾ സിനിമ ഫീൽഡിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ബ്രദേഴ്സ് ഹോട്ടൽ. അപ്പോൾ അവിടുത്തെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ ഊണ് സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് പുട്ടിൽ ഒതുക്കേണ്ടി വന്നു. മാത്രമല്ല ഇന്ന് ഞങ്ങൾ വെജ് ആയതുകൊണ്ട് നോൺ വെജ് ഓപ്ഷൻസ് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുട്ടും സ്റ്റൂവും കടലക്കറിയും പൊറോട്ടയൊക്കെ ആയിട്ട് ഇന്നത്തെ ഊണങ്ങ് ഒതുക്കി. അപ്പോൾ നോൺ വെജ് കഴിക്കാത്തതിൻ്റെ ക്ഷീണം തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഉറപ്പായിട്ടും തീർക്കും. ഇവിടെ കയറി നോൺ വെജ് തന്നെ കഴിക്കും. കാരണം ഇവരുടെ ബീഫ് കറിയൊക്കെ സൂപ്പറാണ്. പഴംപൊരിയും ബീഫ് കറിയും കിഡുവാണ് ഇവരുടെ. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഊണും ഫിഷ് കറി മീൽസ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് തിരിച്ച് കൊല്ലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബാലനങ്കിള്. ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലും ഹോട്ടൽ ബ്രദേഴ്സ് സൂപ്പറാണ്.